സ്ത്രീകൾ സഭായോഗങ്ങളിൽ മിണ്ടാതിരിക്കണമോ അതോ മിണ്ടണമോ? ഈ വിഷയം മെയിൽ ഷോവിനിസം ഒരു കൾച്ചറൽ സൂപ്രീമസിയായി കണ്ടു നടക്കുന്ന, അതൊരു വലിയ സംഭവമായി നെഞ്ചിലേറ്റി നടക്കുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം വളരെ വൈകാരികമായി പ്രതികരിക്കേണ്ട ഒരു വിഷയമാണ്. അതുകൊണ്ട് തന്നെ ധാരാളം ആളുകൾ എൻ്റെ ഈ വീഡിയോയുടെ ചോട്ടിൽ വന്ന് എന്നെ നല്ലപോലെ ചീത്ത വിളിക്കുമെന്നുള്ള ഉത്തമ വിശ്വാസത്തോടുകൂടിയാണ് ഞാൻ ഇത് ചെയ്യുന്നത്. ഇങ്ങനെ ഈ വീഡിയോ ചെയ്യിക്കുന്ന ആധാരമായ വേദഭാഗം എന്ന് പറയുന്നത് 1 കൊരിന്ത്യർ ലേഖനം 14-ാം അധ്യായത്തിൻ്റെ 34-ാമത്തെ വാക്യത്തിൽ വിശുദ്ധ പൗലോസ് പറയുന്നത്, വിശുദ്ധന്മാരുടെ സർവ്വസഭകളിലും എന്ന പോലെ സ്ത്രീകൾ സഭായോഗങ്ങളിൽ മിണ്ടാതിരിക്കട്ടെ. സ്ത്രീകൾ സഭായോഗങ്ങളിൽ മിണ്ടാതിരിക്കട്ടെ. അപ്പം സഭായോഗങ്ങളിൽ വരുന്ന സ്ത്രീകൾ അവിടെ മിണ്ടാതിരുന്നോണം. അപ്പൊ ഇതിൽ നമ്മൾ എന്താണ് മനസ്സിലാക്കേണ്ടത്? ഇതിൻ്റെ 2 എക്സ്ട്രീംസിലാണ് ഇന്ന് ക്രിസ്തീയ ലോകം പ്രവർത്തിക്കുന്നത്. ഒരു എക്സ്ട്രീം എന്ന് പറയുന്നത് ഈ വാക്യത്തോട് വളരെ അന്റാഗനിസ്റ്റിക് ആയ ഒരു മനോഭാവം പുലർത്തുക. അന്റാഗനിസ്റ്റിക് എന്ന് പറഞ്ഞാൽ ഭയങ്കര വിരോധം, കഠിനമായ വിരോധം. അപ്പം കഠിനമായ വിരോധം പുലർത്തുന്നതിൻ്റെ ഭാഗമായി നമ്മൾ ആ വേദഭാഗത്തെ പൂർണ്ണമായിട്ടും വലിച്ചെറിഞ്ഞുകൊണ്ട് അതിനോട് നമ്മുടെ ശക്തമായ പ്രതിഷേധം പ്രകടമാക്കുന്ന രീതിയിൽ വയലൻ്റായിട്ട് റെസ്പോണ്ട് ചെയ്യും. അതാണ് ഇന്ന് വെസ്റ്റേൺ വേൾഡിലെ ആദ്യവും. പിന്നെ ഈ വെസ്റ്റേണൈസ്ഡ് ക്രിസ്ത്യനൈസേഷനിൽ റീക്രിസൻ്റായ ഈസ്റ്റേൺ ക്രിസ്ത്യൻസ്, അതായത് നമ്മുടെ കേരളം അടക്കമുള്ള ക്രിസ്ത്യാനികൾ എന്ന് കഴിഞ്ഞാൽ വി ആർ ബീൻ റീബാപ്റ്റൈസ്ഡ് ഇൻ ദി വെസ്റ്റേണൈസ്ഡ് ക്രിസ്ത്യാനിറ്റി. പാശ്ചാത്യവൽക്കരിക്കപ്പെട്ട ക്രിസ്ത്യാനിത്വത്തിൽ വീണ്ടും ജ്ഞാനസ്നാനം മുങ്ങി എന്ന ആൾക്കാരാണ് നമ്മൾ ഈ പൗരസ്ത്യരാഗത്തെ ക്രിസ്ത്യാനികൾ എന്ന് പറയുന്നത്. അപ്പോൾ പാശ്ചാത്യർ എന്ത് ചെയ്യുന്നോ അതെല്ലാം ക്രിസ്തീയമാണെന്നും അത് ശരിയാണെന്നും അത് വേദശാസ്ത്രജ്ഞന്മാർ കണ്ടെത്തിയ പുതിയ കണ്ടെത്തലുകളാണെന്നും എന്ന് പറഞ്ഞ് അവരുടെ മണ്ടത്തരങ്ങൾക്ക് നമ്മൾ ചൂട്ടുപിടിക്കുകയും കൊടപിടിക്കുകയും ചെയ്യുക മാത്രമല്ല, അതിനെ നെഞ്ചിലേറി വാഴ്ത്തിക്കൊണ്ട് നടക്കുന്നു എന്നുള്ളതാണ് ക്രിസ്ത്യാനിറ്റിയുടെ ദൗർഭാഗ്യകരമായ ഒരു സത്യാവസ്ഥ. അപ്പോൾ യൂറോപ്പിലെ സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം തുണി എവിടെ, നാണം എവിടെ എന്ന് പറഞ്ഞാണ് അവരുടെ ജീവിതം. അത് ഇതുപോലെ ചേർച്ചിനകത്ത് കൊണ്ടുവരികയും, 2, സ്ത്രീ സമത്വം, സ്ത്രീ സ്വാതന്ത്ര്യം എന്നുള്ളത് ഉയർത്തിപ്പിടിച്ചുകൊണ്ട് പുരുഷന്മാർക്ക് അനുവദനീയമായ എല്ലാ കാര്യങ്ങളും സ്ത്രീകൾക്കും തുല്യമായി അനുവദനീയമാണ് എന്ന് പറഞ്ഞുകൊണ്ട് ആത്മീയ ശുശ്രൂഷകളെ അവർ കയ്യാളി, അവരതിനെ വികലമാക്കിക്കൊണ്ട് ക്രിസ്ത്യാനിറ്റിയെ ഒരു പരിഹാസ വിഷയമാക്കി മാറ്റിയതാണ് പാശ്ചാത്യ ക്രൈസ്തവ സഭകളുടെ പരാജയങ്ങൾ. 1 എന്ന് പറഞ്ഞാൽ ആർക്കും നിഷേധിക്കാൻ കഴിയുന്നതല്ല. ഇത് ചർച്ച് ഗ്രോത്തിൻ്റെ ഭാഗമായിട്ട്, അല്ലെ മോഡേണൈസേഷൻ്റെ ഭാഗമായിട്ട്, അല്ലെങ്കിൽ ആധുനികവൽക്കരണം എന്ന് പറയുമ്പോൾ മോഡേണൈസേഷൻ കുറെ കൂടെ പറഞ്ഞാൽ ഒരു അഡ്വാൻസ്ഡ് ക്രിസ്ത്യാനിറ്റി, ശരിയാണ്, അഡ്വാൻസ്ഡ് ക്രിസ്ത്യാനിറ്റിയുടെ ഭാഗമായിട്ട് നമ്മുടെ നാട്ടിൽ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ട് മര്യാദയ്ക്ക് തുണി കൊടുത്തുകൊണ്ട് നേരെ പള്ളി പോയ സ്ത്രീകളെ പോലും വഷളാക്കത്തക്ക രീതിയിൽ, സ്ത്രീകളെ അല്ല ക്രിസ്ത്യാനിറ്റിയെ അങ്ങനെ വഷളാക്കിയിരിക്കുന്ന ഒരവസ്ഥയാണ് കേരളം അടക്കമുള്ള ഇന്ത്യൻ അല്ലെങ്കിൽ പൗരസ്ത്യ ദേശങ്ങളിലുള്ളത്. അപ്പോൾ അവിടെ അഴിഞ്ഞാട്ടം എന്ന് പറയും, സ്ത്രീകളുടെ അഴിഞ്ഞാട്ടം എന്ന് പറഞ്ഞാൽ അതാണ് 100% ശരി. പ്രത്യേകിച്ച് പ്രൈസ് ആൻഡ് വേർഷിപ്പ് എന്ന് പറഞ്ഞ് ഒരു കൂട്ടർ വന്ന് കയറിയിട്ടുണ്ട്. അതിനൊക്കെ ഏറ്റവും കഷ്ടകരമായ, വളരെ 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 കഷ്ടകരമായ കാര്യമാണ്. അതായത് ഈ കാലഘട്ടത്തിലെ ദൈവസഭയെ, പ്രത്യേകിച്ച് കേരളം ഉൾപ്പെടെയുള്ള ഈ പൗരസ്ത്യ നാടുകളിലെ ദൈവസഭയെ നശിപ്പിക്കാൻ പോകുന്നത് ഈ പ്രൈസ് ആൻഡ് വേർഷിപ്പ് എന്ന് പറയുന്ന ഈ ചവിട്ട് നാടകത്തിൽ കൂടെ ഈ കുത്തഴിഞ്ഞതായ പെണ്ണുങ്ങൾ കാണിക്കുന്ന കൊളരാജികളാണ്.
ഞാനിവിടെ പ്രയോഗിച്ച ഭാഷാപ്രയോഗം പെണ്ണുങ്ങളെന്ന, സ്ത്രീകളെന്നോ സഹോദരിമാരെന്നോ അല്ല. ആ ഭാഗം ഞാൻ ഒന്ന് ക്ലിയർ ചെയ്തിട്ട് ഈ വിഷയത്തിൽ മുൻപോട്ട് പോകാം. വിശുദ്ധ വേദപുസ്തകത്തിലെ ദൈവത്തെ ആരാധിക്കുന്നതിന് വേണ്ടി സഭായോഗങ്ങൾക്ക് വരുന്ന അല്ലെങ്കിൽ ക്രിസ്ത്യാനിയുടെ ഭാഗമായ സ്ത്രീ സമൂഹത്തെ സ്ത്രീകളെന്നോ സഹോദരിമാരെന്നോ സിസ്റ്റേഴ്സ് എന്നോ ഒന്നുമല്ല സംഭവം ചെയ്യുന്നത്. അവർ വിശുദ്ധ സ്ത്രീകൾ എന്നാ പറയുന്നത്. വിശുദ്ധ സ്ത്രീകൾ അവർ വളരെ മാന്യവും വളരെ ശ്രേഷ്ഠവും വളരെ ആദരണീയവുമായ സ്ഥാനം അർഹിക്കുന്ന ആളുകളാണ്. അവർ സഭയ്ക്കും ലോകത്തിനും മാതൃകയും ദൈവസഭയുടെ വളർച്ചയുടെ ആണിക്കല്ലും അതിൻ്റെ ബാക്ക് ബോണുമാണ്. വലിയ ബഹുമാനം അർഹിക്കുന്നുണ്ട്. ഞാൻ അവരെ പെണ്ണുങ്ങളെന്ന് പറയത്തില്ല ഒരു കാരണവശാലും. വിശുദ്ധ സ്ത്രീകൾ എന്നേ പറയത്തുള്ളൂ. എത്ര പഠിച്ചാലും സത്യത്തിന്റെ പരിജ്ഞാനത്തിലേക്ക് വരാൻ കഴിയാത്ത ഒരു കൂട്ടം കക്ഷികളുണ്ട്. ഒരു കൂട്ടം ഫെമിനിൻ ജെൻഡേഴ്സ് ഉണ്ട്, അങ്ങനെ പറയണം. എത്ര പഠിച്ചാലും സത്യത്തിന്റെ പരിജ്ഞാനത്തിലേക്ക് വരാത്ത ഈ ഫെമിനിൻ ജെൻഡറിനെ വിശുദ്ധ വേദപുസ്തകത്തിൽ വിളിക്കുന്ന പേര് പെണ്ണുങ്ങൾ എന്നാണ്. അപ്പൊ ഞാനത് അറിയാതെ പറയുന്നതല്ല, മറിച്ച് ഇവരോട് എനിക്ക് ഒരു ബഹുമാനമില്ലെന്ന് കാണിക്കുന്നതിന് വേണ്ടിയാണ് പെണ്ണുങ്ങൾ എന്ന് പറയുന്നത്. അപ്പോൾ തന്നെ ദൈവസഭയിലെ അംഗങ്ങളായ നമ്മുടെ മാതാക്കളും നമ്മുടെ സഹോദരിമാരും നമ്മുടെ കുഞ്ഞുങ്ങളും അടങ്ങുന്നതായ ആ സ്ത്രീ സമൂഹം ഒരു വിശുദ്ധ സ്ത്രീകളാണ് താനും. അവര് ഏറ്റവും ശ്രേഷ്ഠമായ ബഹുമാനം അർഹിക്കുന്നുമുണ്ട്. ഇനി ഞാൻ എൻ്റെ ഈ വിഷയത്തിലേക്ക് മുൻപോട്ട് വരട്ടെ. അപ്പോൾ ഒരു കൂട്ടരെന്ന് പറഞ്ഞാൽ ഈ പെണ്ണുങ്ങളുടെ അടിഞ്ഞാട്ടമാണ്. പെണ്ണുങ്ങളുടെ അടിഞ്ഞാട്ടം, തുണി എവിടെ, നാണം എവിടെ എന്നാണ്. വിരോധം മുഴുവൻ ഉടുതുണിയോടെ. ഉടുതുണി ഉള്ളവരോട് എന്ത് ദോഷം ചെയ്തു? അതിനോടുള്ള വിരോധം മുഴുവനും അത് എക്സ്ട്രീമാണ്. അപ്പോൾ ഈ വാക്യത്തോടുള്ള പ്രതിഷേധമാണ്. സ്ത്രീകൾ സഭായോഗങ്ങൾ മിണ്ടാതിരിക്കട്ടെ എന്നുള്ള വാക്യത്തോടുള്ള പ്രതിഷേധം പ്രകടിപ്പിക്കുകയാണ് ഈ കാണുന്നത്. അതിനുവേണ്ടി ഇംഗ്ലണ്ടിൽ ഒരു മൂവ്മെന്റ് തുടങ്ങിയായിരുന്നു ഒരു 28 വർഷങ്ങൾക്ക് മുൻപ്. ഞാൻ ഇംഗ്ലണ്ടിൽ വരുന്നതിന് 2-3 വർഷം മുമ്പ് ഉണ്ട്. എനിക്ക് 2 വർഷം മുമ്പ് എനിക്ക് അതിനുവേണ്ടി നല്ലപോലെ അറിയാം. പക്ഷെ ആ മൂവ്മെന്റിന്റെ പേര് ഇവിടെ പറയാൻ കൊള്ളാമെന്നല്ല. കാരണം ഒരു വൃത്തികെട്ട പേരാ. സ്ത്രീകളിടുന്ന ഒരു അടിവസ്ത്രത്തിന്റെ പേര് ചേർത്താണ് ആ മൂവ്മെന്റ് ഉണ്ടായത്. അത് നമ്മുടെ വീഡിയോയിൽ പറയാൻ കൊള്ളുന്നത് അത്ര സഭ്യമായൊരു വാക്കല്ല. അതുകൊണ്ട് ഞാനത് ഉപയോഗിക്കുന്നില്ല. ഇനി മറിച്ച് ഈ വിശുദ്ധ വേദപുസ്തകത്തിന്റെ ഉപദേശത്തിന്റെ വിശുദ്ധിയുടെ പ്രമാണം അതുകൊണ്ട് മുറുകെ പിടിച്ചു കഴിഞ്ഞുണ്ടല്ലോ, വിശുദ്ധിയുടെ പ്രമാണത്തിൽ മുറുകെ പിടിക്കുന്നവര്, അവരെ സംബന്ധിച്ചിടത്തോളം സ്ത്രീ സമൂഹത്തെ ഏതെങ്കിലും ഒരു രീതിയിൽ അല്ലെങ്കിൽ മറ്റൊരു രീതിയിൽ കാൽ കീഴിട്ട് ചവിട്ടി അരയ്ക്കുക, അതിലൊരു വലിയ അഭിമാനവും ആഹ്ലാദവും അത് പൗരുഷ്യത്തിൻ്റെ ഒരു സിമ്പലായി കാണുകയും ചെയ്യുന്ന ആളുകളുണ്ട്. അവർക്കിതൊരു വലിയ സംഗതിയാണ്. അപ്പോൾ അവരെന്ത് പറയാമോ, ഈ വാക്യം അക്ഷരാർത്ഥത്തിൽ ഇംപ്ലിമെന്റ് ചെയ്യും. ഈ അക്ഷരാർത്ഥത്തിൽ ഇംപ്ലിമെന്റ് ചെയ്യുമ്പോൾ ഒന്ന്, ഈ സ്ത്രീകൾ ഏതാണ്ട് ഈ മുസ്ലിങ്ങളുടെ ചാക്ക് പോലെ ആണ് സഭായോഗത്തിന് വരുന്നത്. വന്നാലോ വാ തുറക്കാൻ പാടില്ല, മിണ്ടരുത്. പാട്ട് പാടിയാലോ അനങ്ങരുത്. പാട്ടൊക്കെ ഇവിടെ പാടുന്നതായിട്ട് അവരുടെ വരുന്നത് കൊണ്ട് നമുക്ക് അവിടെ പാട്ട് നടക്കുന്നതായിട്ട് അവരെ കണ്ടാൽ നമുക്ക് തോന്നരുത്. ഇനിയും പാട്ടുകളിൽ കൈയടിച്ച് സഹകരിക്കരുത്. അടുത്തത്, അവരായിട്ട് സ്തോത്രം പറയുകയോ കൈ ഉയർത്തി ദൈവത്തെ സ്തുതിക്കുകയോ ചെയ്യരുത്. 4, അവർ വാ തുറന്ന് സംസാരിക്കേണ്ട ഒരു റോളിലേക്ക് അവർ വരരുത്. അതായത് ദൈവവചനം പ്രസംഗിക്കുകയോ പഠിപ്പിക്കുകയോ അതിൽ നിന്ന് ഉപദേശിക്കുകയോ ചെയ്യരുത്. പബ്ലിക്കിൽ പരസ്യമായിട്ട് പ്രാർത്ഥിക്കരുത്, ശബ്ദം ഉയർത്തി പ്രാർത്ഥിക്കരുത്. ഒരു അഭിപ്രായവും പറയരുത്. ഇനിയും തങ്ങൾക്ക് എന്തെങ്കിലും കാര്യം മനസ്സിലാക്കണമെന്നുണ്ടെങ്കിൽ വീട്ടിൽ ചെന്ന് ഭർത്താവിനോട് ചോദിച്ചോണം. നല്ല കാര്യം, ചോദിക്കാത്ത കാര്യമേ ഉള്ളൂ, അങ്ങോട്ട് പറഞ്ഞു കൊടുക്കാൻ. ചോദിക്കാത്ത കുഴപ്പമുള്ളൂ. അപ്പം അങ്ങനെ ഇവരെ അടിച്ച് അമർത്തി കാൽക്കലിടുക. അതിന് ബദൽ ഡിസിപ്ലിൻഡ്, ഞങ്ങൾ വലിയ ഡിസിപ്ലിൻഡ് സൊസൈറ്റിയാണെന്ന്, ഡിസിപ്ലിൻ സൊസൈറ്റി എന്നാണ്. ഇങ്ങനെ ചെയ്യുന്ന 2 പ്രധാന കൂട്ടറുണ്ട്. ഒന്ന്, സെർട്ടൻലി നമ്മുടെ ഈ എപ്പിസ്കോപ്പൽ ചേർച്ചസും
അതിൻ്റെ മുന്നിൽ നിൽക്കുന്ന റോമൻ കാത്തലിക് ചർച്ചും സെക്കൻഡ് ഈ ജാക്കോബൈറ്റ് ചർച്ചസുമാണ്. അവർക്ക് സ്ത്രീജനം എന്ന വർക്ക് ഫോഴ്സിനെ അവർക്ക് ഉപയോഗിക്കണം, വർക്ക് ഫോഴ്സിനെ, ലേബർ ഫോഴ്സിനെ ഉപയോഗിക്കണം. അതിനോടാണ് ഈ കന്യാസ്ത്രീകൾ എന്ന് പറയുന്നൊരു വിഭാഗത്തെ ഉണ്ടാക്കിയിരിക്കുന്നത്. അത് എന്തോരു ദോഷമാണ്. ആ വിമിൻ എന്ന ക്രിയേഷൻ ഉണ്ടല്ലോ, ആ സൃഷ്ടിയോട് കാണിക്കുന്നത് എന്തോ ഒരു ദോഷമാണെന്നറിയാമോ? എന്തുവാ ഇതുങ്ങളെ ഇതൊന്ന് കുപ്പായി പിടിച്ചിട്ട് പിന്നെ അച്ഛന്മാർക്ക് പാദസേവ ചെയ്യാനും, പിന്നെ അതിലെ കതിരിമാരുമാര്, പാതിരിമാര്, കൂതിരിമാര്, ഇങ്ങനെ ഓരോ പാമ്പുകളുണ്ട്. ഈ പാമ്പുകൾക്കെല്ലാം പാദസേവ ചെയ്ത് കൊടുക്കുന്നതിന് വേണ്ടി പോയി ചെന്ന് കൊടുക്കുക. ഇത് ദോഷമാണ്. ഒരു സിവിലൈസ് സൊസൈറ്റി ഒരിക്കലും അനുവദിക്കാൻ പാടുള്ളതല്ല. ഇതൊക്കെ അനുവദിച്ചിട്ട് തങ്ങൾ സിവിലൈസ് സൊസൈറ്റി എന്ന് പറയാൻ ഇവർക്ക് എങ്ങനെ കഴിയുന്നുള്ളത് എനിക്കറിയത്തില്ല. ഇറ്റ് ഷുഡ് ബി absolutely banned from the civilized society. അത് ആ ഒരു ഭാഗം. മറിച്ച് ഈ പെൻഡക്കോസ്റ്റിലേക്ക് വരുമ്പോൾ അവിടെ TPM എന്ന് ഇപ്പോഴറിയപ്പെടുന്ന, പണ്ട് CPM ആയിരുന്ന ഒരു സഭയുണ്ട്. അവരും ഇതേ കാര്യം തന്നെ പ്രാക്ടീസ് ചെയ്യുന്നത്. ദ വെരി സെയിം തിങ് ദേ ഓൾസോ പ്രാക്ടീസ്. ഇത് രണ്ടും രണ്ട് എക്സ്ട്രീംസ് ആണ്. അതാ ഞാൻ പറഞ്ഞു വന്നത്, ഇത് രണ്ടും രണ്ട് എക്സ്ട്രീംസ് ആണ്. ഇനി നമുക്ക് അപ്പം ഈ രണ്ടു കൂട്ടരും, ഒന്ന് അവർക്ക് പുതിയ അറിവ് കണ്ടെത്തി എന്ന് പറഞ്ഞ് വിശുദ്ധ വേദപുസ്തകത്തെ തുച്ഛീകരിച്ചിട്ട് പുറകിൽ എറിഞ്ഞു കളഞ്ഞിട്ട് പരിഷ്കൃതവാദികളായിട്ട്, പുരോഗമനവാദികളായിട്ട് മാറിയിരിക്കുന്ന ഒരു കൂട്ടരും, മറ്റൊന്ന് രണ്ടാമത്തെ കൂട്ടർ എന്ന് പറയുന്നത് വേദപുസ്തകങ്ങൾ അതുപോലെ ഇംപ്ലിമെന്റ് ചെയ്യുന്നു പറയുന്ന രണ്ടാമത്തെ കൂട്ടരും. അപ്പം ഞാൻ ഈ വീഡിയോയിൽ പറയാൻ ഉദ്ദേശിക്കുന്ന കാര്യം, ഇവർ രണ്ടുപേരും ഒരുപോലെ തെറ്റാണ് എന്നുള്ളതാണ്. ഇവർ രണ്ടുപേരും ഒരുപോലെ തെറ്റാണ്. അപ്പോൾ ചോദ്യമുണ്ട്, അങ്ങനെയാണ് ഒരു കൂട്ടർ പറയുന്ന സ്ത്രീകൾ മിണ്ടരുതെന്നാണ്, അത് തെറ്റാണ്. മറ്റേ കൂട്ടർ പറയുന്ന സ്ത്രീകളെ അടിച്ച് തകർത്തോളാണ് പറയുന്നത്, അതും തെറ്റാണ്. അങ്ങനെയാണെങ്കിൽ ശരി എന്ന് പറയുന്നത് ഏതാണ്? ആ ശരി എന്ന് പറയുന്നത് മനസ്സിലാക്കാൻ നമ്മൾ ഈ ഭാഗത്തേക്ക് തന്നെ വരണം. വിശുദ്ധന്മാരുടെ എല്ലാ കൂടിവരകളിലും എന്നപോലെ സ്ത്രീകൾ സഭായോഗങ്ങൾ മിണ്ടാതിരിക്കട്ടെ എന്ന് പറയുമ്പോൾ അതൊരു ടെക്സ്റ്റാണ്. ടെക്സ്റ്റ് ബൈബിളിൻ്റെ ഒരു ടെക്സ്റ്റാണ്. ബൈബിളിൻ്റെ ഒരു ടെക്സ്റ്റിൻ്റെ മീനിങ് ഉണ്ടാകുന്നത് അതൊരു കോണ്ടെക്സ്റ്റിൻ്റെ ഭാഗമായിട്ട് വരുമ്പോഴാണ്. ഓൺലി വെൻ ഇറ്റ് ഈസ് ദ പാർട്ട് ഓഫ് എ കോണ്ടെക്സ്റ്റ്. ആ കോണ്ടെക്സ്റ്റിൻ്റെ ടെക്സ്റ്റിനെ അടർത്തി മാറ്റിയാൽ നിങ്ങൾക്ക് എന്തർത്ഥം അതിന് കൊടുക്കാൻ കഴിയും? ദാറ്റ്സ് എ പ്രീ ടെക്സ്റ്റ്. അതുകൊണ്ടാണ് എ ടെക്സ്റ്റ് ഔട്ട് ഓഫ് കോണ്ടെക്സ്റ്റ് ഈസ് എ പ്രീ ടെക്സ്റ്റ്. അതൊരു പ്രീ ടെക്സ്റ്റാണ് എന്ന് പറഞ്ഞാൽ അതിന് നിങ്ങൾ കൊടുക്കുന്ന അർത്ഥമല്ലാതെ വേറൊരു അർത്ഥവുമില്ല. കാര്യം അതിനെ കോണ്ടെക്സ്റ്റിൽ നിങ്ങൾ മാറ്റിക്കഴിഞ്ഞു, കോണ്ടെക്സ്റ്റിൽ നിന്ന് അടച്ചു മാറ്റിക്കഴിഞ്ഞു. അപ്പം ഇനി ഞാൻ ഈ കോണ്ടെക്സ്റ്റ് പറയാൻ പോവാണ്. ഇവിടെ കൊരിന്ത്യ ലേഖനം എന്ന് പറയുന്നത്, 1 കൊരിന്ത്യ ലേഖനം ദൈവസഭകൾ നടക്കേണ്ടതായ ഗുഡ് പ്രാക്ടീസസ് ഓരോന്നോരോന്നോരോന്നോരോന്നോരോന്നോരോന്നായിട്ട് പറഞ്ഞു വരിക. മാനസാന്തരം, സ്നാനം, ആത്മാഭിഷേകം, അന്യഭാഷ, കൃപാവരങ്ങൾ, വിശുദ്ധ തിരുവത്താഴ് ശുശ്രൂഷ, ആത്മീയ ശുശ്രൂഷകൾ, ഇതിൽ സ്ത്രീ പുരുഷന്മാരുടെ പാർട്ടിസിപ്പേറ്റേഷൻ, ഇനിയും ക്രിയേറ്റീവ് ഓർഡർ, ക്രിയേറ്റീവ് ഹൈറാർക്കി ഓഫ് ക്രിയേഷൻ. ഇതിങ്ങനെ പറഞ്ഞു വരികയാണ്. പറഞ്ഞു വരുമ്പോൾ നമ്മളൊക്കെ ഒരു ഓർഡറിൽ ആണ്, ഒരു ഹൈറാർക്കിക്കൽ ഓർഡറിൻ്റെ ഒരു ഭാഗമാണ്. ആ ഹൈറാർക്കിക്കൽ ഓർഡറിൻ്റെ ആ ഭാഗത്ത് നമുക്ക് ഒരുപാട് ഫ്രീഡം ഉണ്ട്. ആ ഹൈറാർക്കിക്കൽ ഓർഡറിൽ, ആ ഹൈറാർക്കിക്കൽ ഓർഡർ നമ്മൾ തെറ്റിച്ചു കഴിഞ്ഞാൽ we cannot act. നമുക്കൊരു എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷൻ എടുക്കാം. അതിനൊരു പ്രിൻസിപ്പൽ ഉണ്ട്, അവിടെ ഹെഡ് ഓഫ് ദി ഡിപ്പാർട്ട്മെന്റ്സ് ഉണ്ട്, ടീച്ചേഴ്സ് ഉണ്ട്, ടീച്ചിങ് അസിസ്റ്റൻസ് ഉണ്ട്, പിയൂൺസ് ഉണ്ട്, അറ്റൻഡേഴ്സ് ഉണ്ട്, സ്വീപ്പേഴ്സ് ഉണ്ട്, ക്ലീനേഴ്സ് ഉണ്ട്, സ്റ്റുഡൻസ് കൗൺസിലേഴ്സ് ഉണ്ട്, സ്റ്റുഡൻറ് ലീഡേഴ്സ് ഉണ്ട്, സ്റ്റുഡൻസ് ഉണ്ട്, PTA ഉണ്ട്. ഇവരൊക്കെ ഓരോ ഓർഡറിലാണ്.
ആ പർട്ടിക്കുലർ ഓർഡറിൽ മാത്രമേ അവർക്ക് വാല്യൂവും ഫങ്ഷനും ഉള്ളൂ. ഏതെങ്കിലും പർട്ടിക്കുലർ ഓർഡറിൽ വരാതെ ആർക്കും ആ എസ്റ്റാബ്ലിഷ്മെന്റിൽ ഫങ്ഷൻ ചെയ്യാൻ പറ്റത്തില്ല. ഒന്നിൽ നീ അധ്യാപകനായിരിക്കണം, അങ്ങനെ ഫങ്ഷൻ ചെയ്യാം. അല്ലെ പിയൂണായിരിക്കണം, അങ്ങനെ ഫങ്ഷൻ ചെയ്യാം. അതല്ലെന്നുണ്ടെങ്കിൽ നീ ഒരു നോൺ ടീച്ചിങ് സ്റ്റാഫ് ആയിരിക്കണം, അല്ലെങ്കിൽ ടീച്ചിങ് അസിസ്റ്റന്റ് ആയിരിക്കണം, അല്ലെങ്കിൽ ഹെഡ് ഓഫ് ദി ഡിപ്പാർട്ട്മെന്റ്, വാട്ട് എവർ ഇറ്റ് മേ ബി, യു ഹാവ് ഗോട്ട് എ ഹൈറാർക്കിക്കൽ റോൾ. അപ്പോൾ ഒന്നാമത്തെ കാര്യം, നമ്മുടെ ഹൈറാർക്കിക്കൽ റോൾ ബൈ ക്രിയേഷൻ ഉണ്ട്, ബൈ അച്ചീവ്മെന്റ് ഉണ്ട്. By creation and by achievement. For example, by creation I am a man. By achievement I am a teacher. എൻ്റെ ക്രിയേഷൻ ഞാൻ ഒരു മനുഷ്യനാണ്. ബൈ അച്ചീവ്മെന്റ് ഐ എം എ ടീച്ചർ. അല്ലേ? അപ്പോൾ നമ്മുടെ റോളെന്ന് പറയുന്നത് ക്രിയേഷനും അച്ചീവ്മെന്റും രണ്ടുമാണ് മനസ്സിലാക്കേണ്ടത്. ഇനി നമുക്ക് ക്രിയേറ്റീവ് ഓർഡർ പറയാം. അപ്പം ജീവനുള്ള എല്ലാം ഒരു ക്രിയേറ്റീവ് ഓർഡറിൽ വരും. അത് ക്രിയേറ്റഡ് അല്ലാത്ത ദൈവത്തിൽ തുടങ്ങി ക്രിയേറ്റഡായി ഏറ്റവും ലാസ്റ്റിൽ ചെന്ന് അവസാനിക്കുന്നത്. ഗോഡ് ഈസ് നോട്ട് ക്രിയേറ്റഡ്. ഇനി ആ ദൈവത്തിൽ തന്നെ പിതാവായ ദൈവം ഹയസ്റ്റ് ഇൻ ഓർഡർ ആണെങ്കിൽ സെക്കൻഡ് ഇൻ ഓർഡറിലെ പുത്രനായ ദൈവം വരുന്നുള്ളൂ, തേർഡ് ഇൻ ഓർഡറിലെ പരിശുദ്ധാത്മാവ ദൈവം വരുന്നുള്ളൂ. പക്ഷെങ്കിൽ ഇവർ ത്രിയേക ദൈവമാണെന്ന് പറയുമ്പോൾ ഇവർക്ക് പിതാവായ ദൈവത്തിന് ഹയർ വാല്യൂയും പുത്രനായ ദൈവം കുറെ കൂടെ താണ വാല്യൂവും പരിശുദ്ധാത്മാവിന് ഇച്ചിരൂടെ അങ്ങ് താണ വാല്യൂവും അല്ല. അവരുടെ വാല്യൂവിൽ അവർ ഈക്വലാണ്. അവർ ഇമ്പോർട്ടൻസിലോ അവർ ഈക്വലാണ്. അവർ കമാൻഡ് ചെയ്യുന്ന റെസ്പെക്റ്റിലോ അതും അവർ ഈക്വലാണ്. അറ്റ് ദ സെയിം ടൈം വൺ ഈസ് സബ്മിസീവ് ടു ദ അതർ, ദോ വൺ ഈസ് നോട്ട് സബ്മിറ്റഡ് ബൈ ദി അതർ. നോക്കിക്കോണേ, പുത്രൻ പിതാവിന് കീഴ്പ്പെട്ടിരിക്കുന്നു, പിതാവോ പുത്രനെ കീഴ്പ്പെടുത്തുന്നില്ല. പുത്രനായ ദൈവം പിതാവായ ദൈവത്തിന് കീഴ്പ്പെട്ടിരിക്കുക. പക്ഷെ പിതാവായ ദൈവം ഈരടാവണെ മര്യാദയ്ക്ക് മിണ്ടി പോരുത്, കാച്ചിക്കളെ ഞാൻ എന്നൊന്നും പറയുന്നില്ല. അല്ലേ? പുത്രൻ പിതാവിനെ കീഴ്പ്പെടുത്തുന്നില്ല, പിതാവ് പുത്രനെ കീഴ്പ്പെടുത്തുന്നില്ല, പക്ഷെ പുത്രൻ പിതാവിന് കീഴ്പ്പെട്ടിരിക്കുന്നു. ഇതുപോലെ പരിശുദ്ധാത്മാവർക്ക് രണ്ടുപേർക്ക് കീഴ്പ്പെട്ടിരിക്കുന്നു, പക്ഷെ പരിശുദ്ധാത്മാവിന് ഇവർ കീഴ്പ്പെടുത്തുന്നില്ല, മറിച്ച് പരിശുദ്ധാത്മാവിന് അവർ കീഴ്പ്പെട്ടിരിക്കുന്നു. അല്ലേ? ആത്മാവ് ഇഷ്ടമുള്ളിടത്തൊക്കെയും ആത്മാവ് അവരെ എങ്ങോട്ട് നയിക്കുന്നു അവിടേക്ക് അവർ പോകുന്നു. ദൈവത്തിന്റെ രഥചക്രങ്ങളെ നിയന്ത്രിക്കുന്ന ആത്മാവാണ്. ഓക്കെ, അപ്പം പരിശുദ്ധാത്മാവ് അവർക്ക് കീഴ്പ്പെട്ടിരിക്കുമ്പോൾ തന്നെ അവർ പരിശുദ്ധാത്മാവിൻ്റെ നിയന്ത്രണത്തിന് വിധേയരാകുകയും ചെയ്യുന്നു. ഇതാണ് അവിടുത്തെ ഓർഡർ എന്ന് പറയുന്നത്. അത് കഴിഞ്ഞാൽ നെക്സ്റ്റ് ആണ് ഏഞ്ചലിക് വേൾഡ് എന്ന് പറയുന്നത്. ആ ഏഞ്ചലിക് വേൾഡിൽ തന്നെ റോൾസ്, റെസ്പോൺസിബിലിറ്റീസ് ആൻഡ് ഹൈറാർക്കീസ് ഡിഫറെൻ്റ് ആണ്. നെക്സ്റ്റ് എന്ന് പറയുന്നത് ഹ്യൂമൻ വേൾഡ് ആണ്. ആ ഹ്യൂമൻ വേൾഡിൽ മാൻ ഈസ് ദ ഫസ്റ്റ് ആൻഡ് വുമൺ ഈസ് ദ സെക്കൻഡ്. മാൻ ഈസ് ദ ഫസ്റ്റ് ആൻഡ് വുമൺ ഈസ് ദ സെക്കൻഡ് എന്ന് പറയുമ്പോൾ അത് ക്രിയേഷൻ ഓർഡറാണ്, നോട്ട് ഓർഡർ ഓഫ് ഇമ്പോർട്ടൻസ്. ഒരു മനുഷ്യന്, പുരുഷന് എന്ത് വാല്യൂ ഉണ്ട്, ഈക്വൽ വാല്യൂ ആണ് ക്രിയേഷനിൽ വുമണിനും ഉള്ളത്. പുരുഷന് തൻ്റെ സൃഷ്ടിപ്പിൽ എന്ത് വില ദൈവം കൊടുത്തിട്ടുണ്ടോ അതേ വില, അതേ ഇമ്പോർട്ടൻസ് ആണ് സ്ത്രീക്കും കൊടുത്തിട്ടുള്ളത്. അപ്പം അങ്ങനെയാണ് സ്ത്രീ ആരല്ല, ഇൻഫീരിയർ അല്ല. അതാ മനസ്സിലാക്കേണ്ടത്. വുമൺ ഈസ് നോട്ട് ഇൻഫീരിയർ അല്ല, പിന്നെ മറിച്ചോ സെക്കൻഡ് ഇൻ ദ ഓർഡർ ആണ്, അല്ലെങ്കിൽ നെക്സ്റ്റ് ഇൻ ദ ഓർഡർ ആണ്. ഇമ്പോർട്ടൻസിലോ ഈക്വൽ, വാല്യൂയിലോ ഈക്വൽ. ഇനിയും പൊസിഷനിലോ സബ്മിസീവ്. സബ്മിറ്റഡ് ആണോ? അല്ല. സ്ത്രീ പുരുഷന് കീഴ്പ്പെട്ടിരിക്കട്ടെ എന്നേ പറഞ്ഞുള്ളൂ. എന്ത് പറഞ്ഞില്ല? പുരുഷൻ സ്ത്രീയെ കീഴ്പ്പെടുത്തട്ടെ എന്ന് പറഞ്ഞില്ല. അതൊരു വോളണ്ടറി സബ്മിഷനാണ്, വോളണ്ടറി സബ്മിഷനാണ്. അപ്പം വോളണ്ടറി സബ്മിഷൻ എന്നുള്ളത് കൊണ്ട് തന്നെ എന്താ സംഭവിക്കുന്നത്? അവർ കമാൻഡ് ചെയ്യുന്ന റെസ്പെക്റ്റ് കൂടുതലാണ്. എന്തുകൊണ്ട്? ബിക്കോസ് അവരുടെ പേഴ്സണാലിറ്റി, അവരുടെ ഇൻ്റലക്റ്റ്, അവരുടെ അപ്പിയറൻസ്, അവരുടെ ബ്യൂട്ടി, അവരുടെ കമാൻഡിങ് പവർ, ഇതൊക്കെയും പുരുഷനേക്കാൾ ചിലപ്പോൾ ഇത്തിരി കൂടുതലായിരിക്കുമ്പോൾ പോലും
ക്രിയേറ്റീവ് ഓർഡറിൽ തന്നെയേക്കാൾ വലിയ ആളിന് അവർ തങ്ങളെ തന്നെ സബ്മിറ്റ് ചെയ്യുമെന്ന് പറയുമ്പോൾ അവർ കമാൻഡ് ചെയ്യുന്ന റെസ്പെക്റ്റ് വളരെ കൂടുതലാണ്. സോ ദേ ആർ ഹൈലി റെസ്പെക്റ്റബിൾ. പക്ഷെങ്കിൽ അവര് സെക്കൻഡ് നെക്സ്റ്റ് ഇൻ കമാൻഡ് ആയതുകൊണ്ട് പുരുഷൻ ചെയ്യുന്ന ചില കാര്യങ്ങൾ അവർ ചെയ്യുന്നില്ല. ഇതുപോലെ പിതാവ് ചെയ്യുന്ന ചില കാര്യങ്ങൾ പുത്രൻ ചെയ്യുന്നില്ല. പിതാവായ ദൈവം ചെയ്യുന്ന ചില കാര്യങ്ങൾ പുത്രനായ ദൈവം ചെയ്യത്തില്ല. അതുപോലെ പുത്രനായ ദൈവം ചെയ്യുന്ന കാര്യങ്ങൾ പരിശുദ്ധാത്മാവ് ദൈവം ചെയ്യുന്നില്ല. അത് അവരുടെ റോളിൽപ്പെട്ടതാണ്. ഇൻഫീരിയർ ഓർ സുപ്പീരിയർ എന്നെടുക്കരുത്. അങ്ങനെ ഒന്നില്ല. നോ, അങ്ങനെ ഒന്നില്ല. അപ്പം സഹോദരിമാർക്ക്, നമ്മുടെ വിശുദ്ധ സ്ത്രീകളെന്ന് ഞാൻ പറഞ്ഞ ആ റോളിൽപ്പെട്ടവർക്ക്, അവരോട് ചില കാര്യങ്ങൾ പറഞ്ഞു, നോ പ്ലീസ് ഡോണ്ട് ഡു ഇറ്റ്. എന്താണ് പറഞ്ഞ കാര്യം? ഒന്ന് കേട്ടോണേ. അവർക്ക് പെർമിറ്റഡ് ആയ കാര്യങ്ങൾ അത് ആദ്യം ഞാൻ പറയാം. നിങ്ങൾക്ക് ആദ്യം പറഞ്ഞാൽ ഇപ്പോൾ കുറേ ആയല്ലോ അല്ലേ. ഒന്ന്, ഞാൻ ആദ്യം പറഞ്ഞ പ്രസംഗിക്കാനും വചനം ഷെയർ ചെയ്യാനും വചനം പഠിപ്പിക്കാനും പ്രാർത്ഥിക്കാനും പ്രവചിക്കുവാനും മീറ്റിംഗ് ഹോൾഡ് ചെയ്യാനും മീറ്റിംഗ് ലീഡ് ചെയ്യാനും കൈയടിക്കുവാനും കൈ ഉയർത്തി ദൈവത്തെ സ്തുതിപ്പാനും സ്തോത്രം പറയാനും സാക്ഷി പറയാൻ അനുവാദമുള്ള സ്ഥലങ്ങളിൽ അവരുടെ ജീവാനുഭവങ്ങൾ ദൈവനാമഹത്വത്തിന് വേണ്ടി പരസ്യമായിട്ട് പറയാനും വിശുദ്ധ വേദപുസ്തകം പുതിയ നിയമസഭ അവരെ അനുവദിക്കുന്നുണ്ട്. യെസ്, അറ്റ് ദി വെരി സെയിം ടൈം പുരുഷന്റെ മേൽ കർത്തൃത്വം നടത്തുന്ന ചില കാര്യങ്ങളുണ്ട്. അത് ഞാൻ സ്ത്രീ അനുവദിക്കുന്നില്ല. കാരണം ക്രിയേറ്റീവ് റോളിൽ അവർ സെക്കൻഡ് ഇൻ കമാൻഡാണ്. അതുകൊണ്ട് അവർ പുരുഷന്റെ മേൽ കർത്തൃത്വം നടത്തുന്ന കാര്യങ്ങൾ ചെയ്യരുത്. സെക്കൻഡ് എന്ന് പറയുന്നത്, ദൈവസഭ പല കാര്യങ്ങൾ കൂടി വരും. ദൈവസഭ കൂടി വരുന്ന ഒന്നിൽ സഭയുടെ സ്പിരിച്വലായ മാറ്റേഴ്സ് ഡിസൈഡ് ചെയ്യുന്ന മീറ്റിങ്ങുകളുണ്ട്. അത് സ്പിരിച്വൽ ലീഡർഷിപ്പാണ് അത് ഡിസൈഡ് ചെയ്യുന്നത്. ആ സ്പിരിച്വൽ ലീഡർഷിപ്പ് ഡിസൈഡ് ചെയ്യുന്ന ആ മീറ്റിങ്ങിൽ അന്ന് കൊരിന്ത് സഭയിൽ എല്ലാവരും ഇരിക്കുക. അത് സ്പിരിച്വൽ ലീഡർഷിപ്പ് മാത്രമേ സംസാരിക്കാൻ അനുവാദമുള്ളൂ എന്നുള്ളത് കൊണ്ട് വിമൻ ഹാവ് നോ റൈറ്റ് ടു സ്പീക്ക് ദെയർ. നേരെ മറിച്ച് സഭയുടെ അഡ്മിനിസ്ട്രേറ്റീവ് ലീഡർഷിപ്പിലാണെങ്കിലോ വിമൻ ഹാവ് എ റോൾ ടു പ്ലേ. അത് ഞാൻ അങ്ങോട്ട് വരാൻ പോവാണ്. അഡ്മിനിസ്ട്രേറ്റീവ് റോളിൽ യെസ്, ലീഡർഷിപ്പിൽ വിമൻ ക്യാൻ എന്നല്ല ഷുഡ്. സ്പിരിച്വൽ ലീഡർഷിപ്പിലോ നോ. ഉദാഹരണത്തിന്, നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവിൻ്റെ ക്രൂശീകരണ ശേഷം ഭിന്നിച്ചു പോയ ദൈവസഭയെ, ശിഷ്യന്മാരെ ഒരുമിച്ച് നിർത്തിയത് മുഴുവൻ ആരാണ്? സ്ത്രീകളാണ്. അതിൽ കർത്താവിൻ്റെ അമ്മയായിരുന്ന മറിയയ്ക്ക് വളരെ ശ്രേഷ്ഠമായൊരു ഒരു ഉത്തരവാദിത്തമാണ് ഉണ്ടായിരുന്നത്. ആ മഹത് വനിതയാണ് ഒരുമിച്ച് സഭയെ അന്ന് നിർത്തിയത്. ഇതിനൊരു ജൂവിഷ് കൾച്ചറൽ ബാക്ക്ഗ്രൗണ്ട് ഉണ്ട്. ആ ജൂവിഷ് കൾച്ചറൽ ബാക്ക്ഗ്രൗണ്ട് എന്ന് പറയുന്നത്, ഈ സ്ത്രീകൾക്ക് ഒരുപാട് റെസ്പെക്റ്റ് കൊടുക്കുന്ന രീതിയിൽ മാത്രമേ അവരോട് പെരുമാറാവൂ എന്ന് ആജ്ഞയുള്ള ഒരു സമൂഹമാണ് യഹൂദ സമൂഹം. പക്ഷേ ഇവരുണ്ടെന്നറിയാമോ, ഭയങ്കര പുള്ളിക്കാരന്മാരാണ്. ഇപ്പോഴാണ് നടക്കാത്തത്. പ്രത്യേകിച്ച് എനിക്കൊന്ന് ഗോൾഡ മേയറിൻ്റെ കാലത്തിന് ശേഷമാണ് കേട്ടോ. മുമ്പെന്ന് പറഞ്ഞ് ഇവര് സ്ത്രീകൾക്ക് ഒരു വിലയും കൊടുക്കത്തില്ല. മൃഗങ്ങളുടെയും ജെൻറ്റൈൽസ് ജാതികളുടെയും വില പോലും സ്ത്രീകൾക്ക് യഹൂദ സമൂഹം കൊടുത്തില്ല. ആര്? റബിയാനി കൾച്ചർ വന്ന ശേഷമാണ്. നോക്കണം, ഒറിജിനലി അല്ല. റബിയാനി കൾച്ചർ നിലവിൽ വന്ന ശേഷമാണ് ആ ഡിക്ലൈൻ ഉണ്ടായത്. സ്ത്രീകളെ വില കുറിച്ച് കാണിക്കാൻ തുടങ്ങിയത്. ഈ റബിയാനി കൾച്ചർ നിലവിൽ വരുന്നതിന് മുമ്പോ പ്രവാചകന്മാരുണ്ടായിരുന്നു. ന്യായാധിപന്മാരുടെ കൂട്ടത്തിൽ ഇസ്രായേലിൽ സ്ത്രീകളുണ്ടായിരുന്നു. ദേ കമാൻഡഡ് വെരി ഹൈ പൊസിഷൻ ഇൻ ദ സൊസൈറ്റി. പക്ഷേ ഈ റബിയാനി കൾച്ചർ വന്നപ്പോൾ സ്ത്രീകളെ അടിച്ചമർത്താൻ തുടങ്ങി. അപ്പോൾ സ്ത്രീകളുടെ വാക്കിന് വിലയില്ല. കോടതിയിൽ അവരുടെ ടെസ്റ്റ് മണിക്ക് സെക്കൻഡറി ഇമ്പോർട്ടൻസ് കൊടുക്കത്തുള്ളൂ. പിന്നെ അവരുടെ പ്രോപ്പർട്ടിക്ക്, റൈറ്റ് ഓഫ് പ്രോപ്പർട്ടിയെ പറ്റിയുള്ള കർട്ടെയിൽമെൻറ്റ്, ഇതൊക്കെ നിലവിലുന്ന ആ ജൂവിഷ് കൾച്ചറിൻ്റെ റോങ് സൈഡാണ്. ഇതിനെതിരായിട്ട്
ഉയർന്നു വന്നതാണ് ക്രിസ്ത്യാനിറ്റി. യേശുക്രിസ്തുവിൻ്റെ പിൻഗാമികളിൽ ഒരു വലിയ സ്ത്രീ സമൂഹം ഉണ്ടായിരുന്നു. ഗലീലയിൽ തന്നെ അനുഗമിച്ച സ്ത്രീകൾ എന്ന് വിശുദ്ധ വേദപുസ്തകത്തിൽ സുവിശേഷങ്ങൾ പറഞ്ഞിരിക്കുന്ന കാര്യം അതാണ്. പക്ഷെ എവിടെ ഇല്ലായിരുന്നു? അപ്പോസ്തലന്മാരുടെ കൂട്ടത്തിൽ ഇല്ലായിരുന്നു. അതിന് പറഞ്ഞ അർത്ഥം എന്താ? അപ്പോസ്തലിക് മിനിസ്ട്രി എന്ന് പറഞ്ഞാൽ മിനിസ്ട്രി ഓഫ് അതോറിറ്റി. ഏത് അതോറിറ്റി? സ്പിരിച്വൽ അതോറിറ്റി. സ്പിരിച്വൽ അതോറിറ്റി എക്സിക്യൂട്ട് ചെയ്യേണ്ടതായ അപ്പോസ്റ്റലിക് മിനിസ്ട്രിയിൽ സഹോദരിമാരില്ലായിരുന്നു. അങ്ങനെയാണ് നമുക്ക് വളരെ സ്പെസിഫിക് ആക്കാം. സഹോദരിമാർക്ക് ചെയ്യാൻ പാടില്ലാത്ത കാര്യങ്ങൾ എന്തൊക്കെയാണ്? ഒന്ന്, പാസ്റ്ററൽ മിനിസ്ട്രി. നോ, യു ഹാവ് നോ പെർമിഷൻ. ദ ബൈബിൾ ഡസൻറ്റ്, ന്യൂ ടെസ്റ്റ്മെന്റ് ഡസൻറ്റ് പെർമിറ്റ്. സെക്കൻഡ്ലി, ആ പാസ്റ്ററൽ പൊസിഷനിൽ ഇരിക്കുന്നതുകൊണ്ട് തന്നെ വിശുദ്ധ തിരുവത്താഴ ശുശ്രൂഷ നടത്തുവാൻ, 2 സ്നാന ശുശ്രൂഷ നടത്തുവാൻ, 3 ശിശുപ്രതിഷ്ഠ നടത്തുന്നതിന്, 4 പ്രതിഷ്ഠാ ശുശ്രൂഷകൾ നടത്തുന്നതിന്, 5 വിവാഹ ശുശ്രൂഷകൾ നടത്തുന്നതിന്, അങ്ങനെയുള്ള കൂദാശ കർമ്മങ്ങൾ നടത്തുന്നതിന് സഹോദരിമാർക്ക് അനുവാദമില്ല. കാരണം അത് ഓൺലി ഫോർ ദ പാസ്റ്റേഴ്സ്. അത് സ്പിരിച്വൽ അതോറിറ്റി ആയതുകൊണ്ട് നിങ്ങൾക്ക് ആ റെസ്പോൺസിബിലിറ്റി, ആ പൊസിഷൻ, ആ ജോബ് അത് നിങ്ങളുടേതല്ല. ദാറ്റ്സ് ദ ഫസ്റ്റ് തിങ്. അപ്പോൾ അതിനകത്ത് വരുന്ന കാര്യമാണ് ഏത്? സ്പിരിച്വൽ ലീഡർഷിപ്പിൽ വരേണ്ടതായ മാറ്റേഴ്സ് ഡിസ്കസ് ചെയ്യുന്നതും ഡിസൈഡ് ചെയ്യുന്നതും. അവിടെയാണ് മിണ്ടാതിരിക്കാൻ പറഞ്ഞത്, എവിടെ അല്ല. സഹോദരിമാർ വചനം പ്രസംഗിക്കണം, പഠിക്കണം, പഠിപ്പിക്കണം, പ്രാർത്ഥിക്കണോ, സഭയിൽ ഒച്ച എടുത്ത് പ്രാർത്ഥിക്കണം, കരങ്ങൾ ഉയർത്തി ദൈവത്തിൻ്റെ സ്തോത്രം, ദൈവത്തെ സ്തുതിക്കണോ. യെസ്, യു മസ്റ്റ്. You have no right to keep silent there. കരങ്ങളെ അടിച്ച് ദൈവത്തെ പാടി സ്തുതിക്കണം. യെസ്. സഭായോഗത്തിൽ നൃത്തം ചെയ്ത് ദൈവത്തെ സ്തുതിക്കണം. യെസ്, യു ഷുഡ്. യു മസ്റ്റ് ഡു ഇറ്റ്. That's your privilege and that's what God enjoys himself doing. That's your privilege. പുതിയ നിയമസഭ സ്ത്രീകൾക്ക് കൊടുക്കുന്ന പ്രിവിലേജാണ്. വിശുദ്ധ സ്ത്രീകൾ കൊടുക്കുന്ന പ്രിവിലേജാണ് ഈ പറഞ്ഞതൊക്കെ. അല്ല അനങ്ങാൻ പാടുകയായിട്ട് അവിടെ ഇരുന്നിട്ടേ പോകാനുള്ള ആളുകളല്ല സഹോദരിമാർ. അപ്പോൾ ഇനി നമ്മൾ ഇച്ചിരി കൾച്ചറലായ കാര്യങ്ങൾ പറയാം. എങ്ങനെയാണ് ആത്മീയ കൂട്ടായ്മകളിൽ സ്ത്രീകൾ ബിഹേവ് ചെയ്യേണ്ടത്, സഹോദരിമാർ ബിഹേവ് ചെയ്യേണ്ടതെന്ന് ജൂവിഷ് കൾച്ചറിലുള്ള സഹോദരിമാർക്ക് നല്ലപോലെ അറിയാം. കാരണം എന്തുകൊണ്ട്? അവരാദ്യം മുമ്പ് യെരുശലേം ദേവാലയത്തിലും പിന്നെ സിനഗോഗിലും പോയി നല്ല പ്രാക്ടീസ് ഉണ്ട്. പക്ഷെ നമുക്ക് ഗ്രീക്കോ റോമൻ വേൾഡ് എടുക്കാം. ഗ്രീക്കോ റോമൻ വേൾഡ് അങ്ങനെ അല്ല. ഒന്നാമത്തെ കാര്യം, ഗ്രീക്കോ റോമൻ വേൾഡിൽ മിക്കവാറും സ്ത്രീകൾക്ക് പണിയെടുത്ത് ജീവിക്കാൻ പറ്റത്തുള്ളൂ. ഒരേ ഒരു പണി അവർക്കുള്ളത് പ്രോസ്റ്റിറ്റ്യൂഷനാണ്. അതിനപ്പുറം ചില റെയറായ സ്ത്രീകൾ മാത്രമേ, ഈ ലുദിയ പോലുള്ള ചില റെയറായ സ്ത്രീകൾ മാത്രമേ ബിസിനസ്സിലൊക്കെ പാർട്ട്നേഴ്സ് ആയിരുന്നുള്ളൂ, ഓണേഴ്സ് ആയിരുന്നുള്ളൂ. അങ്ങനെയുള്ള വളരെ ഫ്യൂ ആൻഡ് ഫാർ ബിറ്റ്വീൻ. അപ്പോൾ ഇവർ ഈ പണി ചെയ്താണ് ഈ ബാക്കി സ്ത്രീകളെ മറ്റേ പണി ചെയ്താണ് കുടുംബം പുലർത്തേണ്ടത്. 2, അവരുടെ ക്ഷേത്രങ്ങളിൽ അവർ പോകുന്നത് തന്നെ ഇതിനു വേണ്ടിയാണ്. ഇപ്പം ഭാര്യയും ഭർത്താവും കൂടെ ക്ഷേത്രത്തിൽ പോകുന്നു. ഗ്രീക്കൊക്കെ റോമൻ ടെമ്പിളിൽ പോകുമ്പം ആ ടെമ്പിൾ ചെല്ലുമ്പോൾ വലിയ ബിൽഡിംഗാണ്, അത് മുഴുവൻ അറകളാണ് പ്രോസ്റ്റിറ്റ്യൂഷന് വേണ്ടിയുള്ള. അപ്പം മെയിൽ പ്രോസ്റ്റിറ്റ്യൂട്ടുണ്ട്, ഫീമെയിൽ പ്രോസ്റ്റിറ്റ്യൂട്ടുണ്ട്. ഇപ്പം നമ്മുടെ സാധാരണ നല്ല മീറ്റിങ്ങുകളൊക്കെ ആണെങ്കിൽ സഹോദരിമാർ ഒരു ഭാഗത്ത്, സഹോദരന്മാർ ഒരു ഭാഗത്ത് ഇരിക്കുന്നു. ഇതുപോലെ ഇവരങ്ങോട്ട് ചെന്നാൽ ഈ ആണുങ്ങൾ ഒരു ഭാഗത്തേക്ക് പോകുന്നു. അവിടെ ഫീമെയിൽ പ്രോസ്റ്റിറ്റ്യൂട്ട് ഇഷ്ടം പോലുള്ള അവളവരുടെ കൂടെ പോകുന്നു. ഈ പോയ ഭാര്യമാർ അപ്പുറത്ത് മെയിൽ പ്രോസ്റ്റിറ്റ്യൂട്ടിൻ്റെ അടുത്ത് പോകുന്നു. അവരവിടെ ശാരീരിക ബന്ധം പുലർത്തുന്നു ദേവന്റെ മുൻപിൽ. ഇതവർക്ക് ദേവന് കഴിക്കുന്ന പ്രസാദമാണ്. ഇത് കണ്ട് ദൈവം പ്രസാദിക്കണം. നിങ്ങൾ പറ, ആ കൾച്ചറിൽ എന്തെങ്കിലും മോഡസ്റ്റിയോ മാനവോ മര്യാദയോ ഉണ്ടോ? അതായിച്ചിൽ കണ്ടു വളരാൻ പിള്ളേർക്ക് കഴിയുമോ? അപ്പോൾ ഇവർ ക്രിസ്ത്യാനികളായി, ഈ പെണ്ണുങ്ങൾ ക്രിസ്ത്യാനികളായി. നിങ്ങൾ ക്രിസ്ത്യാനികൾ കഴിഞ്ഞപ്പം അവർ വിചാരിക്കുന്ന അങ്ങനെ തന്നെ ഇവിടെ വന്നാണ്. അങ്ങനെ തന്നെ ഇവിടെ വന്നു കഴിയുമ്പോൾ ചുമ്മാരും ചേർച്ചുകൊണ്ടിരിക്കാം, അപമര്യാദയായിട്ട് പെരുമാറാം.
മോഡസ്റ്റിയുടെ ആവശ്യമില്ല. നോ നീഡ് ഓഫ് ഡെക്കറം. എന്തുകൊണ്ട്? അവർ ജൂവിഷ് കൾച്ചറിൽ നിന്ന് വന്നിട്ടില്ല. ജൂവിഷ് കൾച്ചറിൽ നിന്നാണെങ്കിൽ അവർക്ക് നിശ്ചയമായിട്ടും അറിയാം അവർ ശിരോവസ്ത്രം ധരിക്കണം. ഒന്ന്, അത് ഈ ചാക്കനകത്ത് കയറി പോകുന്ന പരിപാടിയില്ല, മുഖം കണ്ണും മൂക്കെല്ലാം പറഞ്ഞുകൊണ്ടിരിക്കുന്ന പരിപാടിയല്ല. രണ്ട്, അവർ വളരെ മോഡസ്റ്റായിട്ട് പെരുമാറാവൂ. മോഡസ്റ്റി ഈസ് ദ വെർച്യൂ. മോഡസ്റ്റി ഓഫ് ഈസ് ദ വെർച്യൂ ഓഫ് ദി വിമൻ ഇൻ ദ ചർച്ചസ്. അത് യഹൂദ സ്ത്രീകൾക്കറിയാം, പക്ഷെ ആർക്കറിയത്തില്ല? യവന സ്ത്രീകൾക്കറിയത്തില്ല. അതുകൊണ്ട് യവന സ്ത്രീകളോട് പറയേണ്ടി വന്നു, നിങ്ങൾ ശിരോവസ്ത്രം ധരിക്കണം. രണ്ട്, നിങ്ങൾ സഭായോഗങ്ങളിൽ മിണ്ടാതിരിക്കണം. കാരണം 14-ാം അധ്യായം വരുമ്പോഴേ നമ്മൾ 1-ാം അധ്യായം മുതൽ 14-ാം അധ്യായം വരെ പഠിച്ചു വന്നെങ്കിൽ മാത്രമേ എന്തുകൊണ്ടാണ് പൗലോസ് ഇങ്ങനെ പറഞ്ഞിരിക്കുന്നത് മനസ്സിലാകത്തുള്ളൂ. ഇല്ലെന്നുണ്ടെങ്കിലോ 14-ാം അധ്യായം മാത്രം ഒരാൾ വായിച്ചു, അത് മുഴുവൻ വായിച്ചില്ല, ഇവിടെ വായിച്ചു, മിണ്ടാതിരിക്കണം, മിണ്ടിപ്പോകരുത്. ഇതൊരു തരം എന്താ പറയേണ്ടതാ? അടിച്ചമർത്തൽ, എക്സ്റ്റോർഷൻ, പിടിച്ചു പറയും. ഇതൊരുമാതിരി ചവിട്ടിത്താഴ്ക്കൽ, മെയിൽ ഷോവനിസം. ഇതൊന്നും ന്യൂ ടെസ്റ്റ്മെന്റ് ചേർച്ച് അനുവദിക്കുന്നതല്ല. ന്യൂ ടെസ്റ്റ്മെന്റ് ചേർച്ച് പുരുഷനും സ്ത്രീയും ഒരുമിച്ച് പൂർണ്ണ സ്വാതന്ത്ര്യത്തോടെ ദൈവസ്ഥാനിൽ വന്ന് ദൈവത്തെ ആരാധിക്കുന്നതാണ്. ഈ പറഞ്ഞ ഒരൊറ്റ കോണ്ടെക്സ്റ്റിൽ എവിടെ ഈ മിനിസ്ട്രി ഓഫ് അതോറിറ്റി എന്ന വിഷയം, where authority is to be executed, women keep silent, submissive ആയിരിക്കുന്നു. അത് it's a part of their modesty as well as it is a matter of respect owing to them. ഇതിൻ്റെ താഴെ വന്നിട്ട്, എൻ്റെ വീഡിയോയുടെ താഴെ വന്നിട്ട് ഇനി എന്നെ ചീത്ത വിളിക്കാറുള്ള കഠിനമായ ഭാഷയിൽ ചീത്ത വിളിക്കുന്നത് പ്രതീക്ഷിച്ചുകൊണ്ട് ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു. നന്ദി, നമസ്കാരം, താങ്ക് യു.